ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച് എലിസബത്ത് സാൻഡോ എഴുതിയ ഡയറിയിലെ 18ാമത്തെ ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ജാഗരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയവേദന എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി വന്നു. എൻ്റെ ഹൃദയം അമ്മയുടെ ദുഃഖത്താൽ നിറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ മകളെ, ഒരമ്മയ്ക്ക് മാത്രമേ എൻ്റെ ഉത്കണ്ഠയും വേദനയും മനസ്സിലാക്കാനാവൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. എൻ്റെ പരിഭ്രാന്തി നിനക്കറിയാം. എൻ്റെ കുഞ്ഞുങ്ങളിൽ എത്ര പേർ നശിച്ചു പോകുന്നുവെന്ന് നീ മനസ്സിലാക്കുന്നു. ഈ വേദന സഹിക്കാൻ വയ്യ. ഇക്കാര്യങ്ങൾ നീയുമായി ഞാൻ പങ്കുവയ്ക്കുന്നതിൻ്റെ കാരണം നീ ഈ അഗ്നിയുടെ പ്രചരണം ഒട്ടും താമസിപ്പിക്കാതെ ചെയ്യാൻ വേണ്ടിയാണ്. നീയൊരു അമ്മയായതുകൊണ്ട് മാതൃഹൃദയത്തിൻ്റെ ദുഃഖം മനസ്സിലാകുന്നില്ലേ എന്ന്. അമ്മ പറഞ്ഞു, പോവുക എൻ്റെ കുഞ്ഞെ, പോവുക. ഓരോ മിനിറ്റിലും ആത്മാക്കൾ നശിക്കുന്നു. പോവുക കുഞ്ഞെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഏകയാചന എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, മെജിഗോറിയായിലോ ലൂർദിലോ ഫാത്തിമയിലോ എല്ലായിടത്തും അമ്മ പറയുന്നത്, പ്രാർത്ഥിക്കുക, ആത്മാക്കൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. ഓരോ മിനിറ്റിലും ആത്മാക്കൾ നശിച്ചു പോകുന്നു എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഗതി വളരെ 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 വേദനാജനകമാണ്. എല്ലാവരും മരുന്നിന് അഡിക്റ്റാണ്, മയക്കമരുന്നിന്. എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ബോധവുമില്ല. ഞങ്ങൾ ഏത് വഴി കൂടിയാണ് ഇപ്പോൾ പോകുന്നതെന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല. എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം എലിസബത്ത് സാൻഡോ ഇങ്ങനെ കർത്താവിൻ്റെ ശബ്ദം കേട്ടുവെന്ന്, നിൻ്റെ കഷ്ടതകൾക്കുള്ള സമ്മാനമായി ത്രിയേക ദൈവം നിൻ്റെ ആത്മാവിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇത് നിൻ്റെ സഹനം കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ സമ്മാനം തരുന്നത് എന്ന്. പിതാവിൻ്റെ പക്കലേക്ക് നമ്മുടെ ആത്മാവിനെ ഉയർത്താനുള്ളത് വലിയൊരു കൃപയാണ്. ആ കൃപ കിട്ടിയെങ്കിലേ അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയൊരു കൃപ കൊടുത്തത് സഹനങ്ങൾക്കുള്ള സമ്മാനമായിട്ടാണ്. എന്നിട്ടും ഈശോ പറയുകയാണ്, ഇത്ര കൃപ ഞാൻ തന്നു എങ്കിലും നിൻ്റെ ആത്മാവിൻ്റെ ഉന്നതിയെ വലിച്ചു താഴ്ത്താനുള്ള വലിയ ശക്തമായ ശ്രമം നടക്കും. നീ ഇതിനെ അതിജീവിക്കണം എന്ന്. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. അമ്മ എന്താണ് ആവശ്യപ്പെടുന്നത്? എനിക്കിനി എൻ്റെ സ്നേഹാഗ്നി കുറയ്ക്കാനാവുകയില്ല. അത് നിന്നിലേക്ക് ഒഴുകട്ടെ. താമസിയാതെ തന്നെ നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. നിൻ്റെ നല്ല മനസ്സിൻ്റെ ആഗ്രഹം മാത്രം മതി എനിക്ക്. പ്രിയ സഹോദരങ്ങളെ, നമുക്കിത് ഒരു പോയിൻ്റായിട്ട് എഴുതി വയ്ക്കാം. നമ്മുടെ നല്ല മനസ്സിൻ്റെ ആഗ്രഹം മാത്രം മതി ഈശോയ്ക്ക് ആത്മാക്കളെ നേടിയെടുക്കാനെന്ന്. പിന്നീട് അമ്മ എലിസബത്ത് സാൻഡോയ്ക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്. നീ എൻ്റെ സ്നേഹാഗ്നിയെ പരത്തുവാൻ തുടങ്ങുമ്പോൾ സാത്താൻ വെറുതെ ഇരിക്കില്ല. പക്ഷെ ആ സാത്താനെ നിങ്ങൾ അന്ധനാക്കണം. എങ്ങനെയാണ് അന്ധനാക്കേണ്ടത്? വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധമായ ജീവിതം. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ആത്മാക്കളുടെ കണക്ക് നിങ്ങൾ ഒരു ദിവസം കൊടുക്കേണ്ടി വരും. ദൈവം നമ്മെ സൃഷ്ടിച്ച് വിട്ടപ്പോൾ ഓരോ പദ്ധതി വെച്ച് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ പദ്ധതിയല്ല. നമ്മുടെ പദ്ധതിയിൽ ആത്മാക്കൾ നേടണമെന്ന് ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ആത്മാക്കളെ നമ്മൾ നേടിക്കൊടുത്തേ പറ്റൂ. നമ്മൾക്ക് വലിയ ഉത്തരവാദിത്തമാണിത്. എങ്കിലും പരിശുദ്ധാമ്മ യേശുവും പറഞ്ഞു, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട.
നിങ്ങളുടെ കഴിവനുസരിച്ച് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ പരിശുദ്ധിയുടെ മണവാളനായ വിശുദ്ധ ഔസേപ്പിനോട് ഇതിൻ്റെ അനുഗ്രഹങ്ങൾ ചോദിക്കുക എന്ന്. എൻ്റെ സ്നേഹാഗ്നിജ്വാല മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ വേണ്ട സഹായം ഔസേപ്പ് നിനക്ക് ചെയ്തു തരും. ഒരിക്കൽ ഈശോ പരാതിപ്പെട്ടു എന്നാണ് പറയുന്നത്. ഞാൻ കാൽവരിയിൽ എന്നെ തന്നെ ബലിയർപ്പിച്ചത് നിങ്ങളിലുള്ള വലിയ പ്രത്യാശയുടെയും വിശ്വാസത്തോടെയും കൂടെയാണ്. എൻ്റെ പരിധിയില്ലാത്ത സ്നേഹവും ത്യാഗവും തിരികെ നൽകാനായി എന്നെ പിന്തുടരുന്നവരുണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു. എൻ്റെ പറഞ്ഞൊപ്പിക്കാനാവാത്ത സഹനത്തിൻ്റെ കാസ ഞാൻ മട്ടോളം കുടിക്കുവാനായത് എൻ്റെ മരണവേദനയുടെ നിമിഷങ്ങളിൽ എൻ്റെ പിതാവ് എനിക്ക് ശക്തിയും സാന്ത്വനവും നൽകിയതുകൊണ്ടാണ്. ഞാൻ മനുഷ്യനായി സഹിച്ചതും എൻ്റെ ദൈവികതയെല്ലാം മാറ്റിവെച്ചതും എന്തിനാണെന്നോ, എൻ്റെ ഹൃദയം നിങ്ങളോട് കൂടെയായിരിക്കാനാണ്. ഈശോ പറയാണ്, ഞാൻ പരമാവധി സഹിച്ചിട്ടുണ്ട്. പലരും അത് അനുകമ്പാപൂർവം നോക്കിയിട്ടുണ്ട്. എന്നെ കരുണയുള്ളവനാക്കി തീർത്തത് ആ നിമിഷങ്ങളാണ്. നിനക്കറിയോ, സത്യസന്ധനായ ഒരാളെ കണ്ടാൽ ഞാനൊരു വലിയ ഗണം ആൾക്കാരുടെ മേൽ കരുണ കാണിക്കുന്നു. പശ്ചാത്തപിക്കുക, അത് നിങ്ങൾക്ക് രക്ഷ നൽകും. ഈശോ പറഞ്ഞ ഒരു കാര്യം കേൾക്കണോ? നിൻ്റെ ഓരോ സഹനവും നിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ പണം കൂടുന്നത് പോലെയാണ്. അത് നിനക്കായി കാത്തിരിക്കുകയും നിൻ്റെ മരണശേഷം അതിൻ്റെ പലിശ അനേകം ആത്മാക്കൾക്ക് ഉപകരിക്കുകയും ചെയ്യും എന്ന്. ഒരു ദിവസം എലിസബത്ത് സാൻഡോ ചാപ്പൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈശോയുടെ അനന്ത നന്മയിൽ ആമഗ്നയുമായിരുന്നു, ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രധാന അൾത്താരയുടെ പിന്നിലെ പൊടി തട്ടിയപ്പോൾ ഓർത്തു, ഇവിടെ വൃത്തിയാക്കിയിട്ട് കുറേ നാളായി. ഒരു വെളുത്ത യൂണിഫോം പൊടി പറ്റി ഇരുണ്ട നിറമായി. അപ്പോൾ ഈശോ പരാതിപ്പെട്ടു, ഒരുപാട് ആത്മാക്കൾ പൊടി പിടിച്ച ഈ സക്രാരി പോലെയാണ്. എൻ്റെ അൾത്താരിൽ അവ അഭയം പ്രാപിക്കും, എന്നാൽ പൊടി തുടച്ച് മാറ്റുന്നില്ല. അനേക വർഷങ്ങൾ അങ്ങനെ കഴിയുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, ഒരാത്മാവിന് വേണ്ടി നീ സഹിക്കണമെന്ന്. അങ്ങനെ ആവശ്യപ്പെട്ടതിന് ശേഷം ഈശോ കാണിച്ചു കൊടുത്തത് ഒരു പുരോഹിതൻ്റെ ആത്മാവിനാണ്. ഒരു പുരോഹിതൻ്റെ ആത്മാവ് ഈശോയുടെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ അവിടുന്ന് ഏറെ സന്തോഷിക്കുമെന്നാണ് പറയുന്നത്. ഈ വൈദികൻ തനിക്കായി നിശ്ചയിക്കപ്പെട്ട ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീട് ഈശോ പറഞ്ഞു, നീ പോലും അറിയുന്നില്ലല്ലോ ഇതുപോലെ ആത്മാക്കൾ പൊടി പിടിച്ചിട്ടുണ്ടെന്ന്. ചിലരുടെ അവസ്ഥ ഈശോ പറഞ്ഞു, അവരുടെ മോശം മാതൃക അനേകം ആത്മാക്കളെ അഴുക്ക് പിടിപ്പിക്കുന്നു. അവർക്ക് തെറ്റുണ്ടെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥ. എലിസബത്ത് സാൻഡോയ്ക്ക് കർത്താവും മാതാവും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈശോ പറയാണ്, നിങ്ങൾ വലിയ വലിയ ത്യാഗങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട, കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന്. അതേപോലെ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ ബലിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണെന്ന്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ സഹിക്കാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത സഹനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ നൽകുന്ന നന്മകൾ എല്ലാവരും സ്വീകരിക്കും, പക്ഷെ ഒന്നും തിരികെ തരാൻ അവർക്ക് മനസ്സില്ല. അത് തിരികെ തരണമെന്ന് ചിന്തിക്കുന്നുമില്ല. ഇത് എൻ്റെ ദുഃഖത്തിനൊരു കാരണമാണ് എന്ന്. എന്നിട്ട് പറയുകയാണ്, സങ്കടം പങ്കുവച്ചാൽ പകുതിയാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ സന്തോഷവും സങ്കടവുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണെന്ന്. ഒരിക്കൽ എലിസബത്ത് സാൻഡോ പള്ളിയിലേക്ക് പോകുമ്പോൾ, നല്ല തണുപ്പായിരുന്നു, അതൊന്നും വകവയ്ക്കാതെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈശോ സംസാരിച്ചു എന്ന്, നീ എന്നെ കാണാൻ വരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു.
നിനക്ക് എന്നെ സന്തോഷിപ്പിക്കണം എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിനക്ക് ഇതുവഴി കൃപയുടെ ഒരു വലിയ ഒഴുക്കുണ്ടാകട്ടെ. ഈശോയെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന. നമുക്ക് ഈശോയെ സന്തോഷിപ്പിക്കണം, കൃപയുടെ ഒഴുക്കുണ്ടാകണം. ഈശോയുടെ ഒരു വലിയ പരാതിയാണിത്. എൻ്റെ സൗമ്യതയാർന്ന നിർദ്ദേശങ്ങൾ മനുഷ്യർ ശ്രദ്ധിക്കുവാൻ വിസമ്മതിക്കുന്നു എന്നതാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ലോകം ആ പാപത്തിൻ്റെ ഫലമായിട്ട് ഇരുട്ടിൽ അലഞ്ഞു നിറയാൻ പോവുകയാണ്. ഇരുട്ടിൽ അലിഞ്ഞ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പാപം. കർത്താവിൻ്റെ സൗമ്യതയായ നിർദ്ദേശങ്ങൾ മനുഷ്യൻ ശ്രദ്ധിക്കുന്നില്ല. അതാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പാപം. ആ പാപത്തിൻ്റെ ഫലമായിട്ട് ലോകം ഇരുട്ടിൽ അലഞ്ഞ് തിരിയാണ്. ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതിന് കാരണം സമർപ്പിതാത്മാക്കളുടെ അശ്രദ്ധയാണ്. ഈശോ എലിസബത്തിനോട് പറഞ്ഞൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. നിൻ്റെ ആത്മാവ് നീണ്ടു നിൽക്കുന്ന ഒരു കനത്ത യുദ്ധം നടക്കുന്ന ഇടമായി തീരും. നിൻ്റെ ആത്മാവിലെ ഏറ്റവും വലിയ നന്മയായ വിനയത്തെ നശിപ്പിക്കണം എന്നതാണ് അവൻ്റെ ആവശ്യം. സാത്താൻ അറിയാം, വിനയമാണ് ഒരാത്മാവിൻ്റെ ഏറ്റവും വലിയ ധർമ്മമെന്ന്. അതുകൊണ്ട് അത് തകർക്കാൻ അവൻ തുടർച്ചയായി ശ്രമിക്കും. വിനയം കളയാൻ സാത്താൻ വളരെയേറെ പരിശ്രമിക്കും എന്നാണ് പറയുന്നത് ഈശോ. അതുകൊണ്ട് അവനെ ശക്തിയോടെ നീ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന്. പ്രിയ കൂട്ടുകാരെ, ഈശോ പറഞ്ഞത്, പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് എളിമ എന്ന ആയുധം നമ്മുടെ ഹൃദയത്തിൽ നിന്നും അന്യം നിന്ന് പോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. എളിമയാണ് പിശാചിനെതിരെയുള്ള ആയുധമെന്ന് ഇവിടെ ഈശോ എടുത്തു പറയുന്നു. എളിമ എന്ന പുണ്യത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കാം. അതാണ് ഈശോ കൂടുതൽ ആഗ്രഹിക്കുന്നത്. എളിമ എന്ന പുണ്യം കൊണ്ട് നിറയപ്പെടാൻ നമുക്ക് പെന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധ അമ്മയുടെയും സ്ത്രീഹന്മാരുടെയും മേൽ വന്ന ആ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും എളിമ നിറഞ്ഞു നിൽക്കണമെന്നും അപ്പോൾ ഈശോ അത് സ്വീകരിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയാണ്. എളിമ എന്ന പുണ്യത്തിൽ നിലനിൽക്കാൻ, എളിമ കൈമോശം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ ഈശോ എലിസബത്തിനോട് മറ്റൊന്നുകൂടെ പറഞ്ഞു, നിൻ്റെ സൗമ്യമായിട്ടുള്ള ആ മനസ്സ് അത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന്. വളരെ സൗമ്യമാണത്രേ. ഈശോ പറയുന്നു, മോളെ, എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹനിജ്വാലയുടെ ദീപശിഖ നിൻ്റെ കയ്യിലാണ് ഞാൻ തന്നിരിക്കുന്നത്. അത് അതിന് സഞ്ചരിക്കേണ്ട വഴിയിലൂടെ അതിവേഗം പ്രയാണം ആരംഭിക്കും. എൻ്റെ മകളെ, നീ എനിക്ക് ത്യാഗങ്ങളും സഹനങ്ങളും മറ്റു അനേകം പുണ്യങ്ങളുമൊക്കെ നീ എനിക്ക് കാഴ്ചവെക്കണം. അതിൻ്റെ ആവശ്യമുണ്ട്. വെറുപ്പ് കൊണ്ട് നാരകീയാഗ്നി ജ്വലിക്കുന്ന അനേക മനസ്സുകളിൽ നിന്നും വെറുപ്പിൻ്റെ അഗ്നിയെ എടുത്ത് മാറ്റി അത് കെടുത്തി എൻ്റെ മൃദുവായ സ്നേഹാഗ്നിയിൽ എരിയുവാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. എളിമ വേണം, അതുപോലെ വിശുദ്ധി വേണം, ത്യാഗങ്ങൾ മുതലായവ ഈശോ ആവശ്യപ്പെടുന്നു. മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത്, പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത് ത്യാഗമാണ്, സഹനമാണ് എന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, സഹനത്തിൻ്റെ ആ വില മനസ്സിലാക്കി തരുന്നതാണ് ഈ എലിസബത്ത് സാൻഡോയുടെ ഡയറി കുറിപ്പുകൾ. അതുപോലെ എളിമ എന്ന പുണ്യം അഭ്യസിക്കാൻ നമ്മൾ എന്തുമാത്രം നമ്മൾ പ്രയത്നിക്കണം. ഇതൊക്കെയാണ് എലിസബത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ.
നമുക്കും അഹങ്കാരം വെടിഞ്ഞ് എളിമയുടെ തലത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ ഡയറിയുടെ വായന ഇതോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാൻ മാത്രമുള്ളതുണ്ട്. അതെന്തായാലും നമുക്കൊന്ന് നോട്ട് ചെയ്ത് എടുത്തു വയ്ക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹനങ്ങളും ത്യാഗങ്ങളും പരിത്യാഗങ്ങളും എല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.